വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ തടസ്സ ഹർജിയുമായി കേന്ദ്ര സർക്കാർ. നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ കേന്ദ്രത്തിൻ്റെ വാദം കേൾക്കാതെ ഉത്തരവിടരുതെന്ന് ആവശ്യം. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ തടസ്സ ഹർജി നൽകി. ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, വിശദാംശങ്ങൾ. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികൾക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ കേന്ദ്രത്തിന്റെ വാദം കേൾക്കാതെ ഉത്തരവിടരുതെന്ന് ആവശ്യപ്പെട്ടാണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. വഖഫ് നിയമത്തിനെതിരായ ഹർജികളിൽ ഈ മാസം 16-ന് സുപ്രീം കോടതി പരിഗണിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുസ്ലിം ലീഗ്, അതേപോലെ തന്നെ സമസ്ത, DMK, RJD, കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, ആം ആദ്മി പാർട്ടിയുടെ MLA ആയ അമാനത്തുള്ള ഖാൻ തുടങ്ങിയവരായിട്ടുള്ള 12-ലധികം ഹർജികൾ ഇപ്പോൾ നിലവിൽ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത്. ഹർജികൾ ലിസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്ന കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ഈ വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾക്കെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ തടസ്സ ഹർജിയുമായി കേന്ദ്ര സർക്കാർ. നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ കേന്ദ്രത്തിൻ്റെ വാദം കേൾക്കാതെ ഉത്തരവിടരുതെന്ന ആവശ്യം സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിച്ചു. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.